പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഹൃദയത്തിന് വണക്കമാസം തുടങ്ങുന്ന ദിവസമാണ് ജൂൺ 1-ാം തീയതി, തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഇന്ന് ജോലിക്ക് പോകുന്ന എല്ലാവരെയും ഈശോനാമത്തെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന വിഷയങ്ങൾ കർത്താവിൻ്റെ സംരക്ഷണത്തിലായിരിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ കർത്താവ് സംരക്ഷിക്കട്ടെ. യാത്ര തുടങ്ങിയ അവസാനം വരെ നിൻ്റെ ആകുലതകൾ, നിനക്ക് ആകുലത ഉണ്ടാക്കാൻ സാധ്യതയുള്ള വ്യക്തികളെ കർത്താവ് വഴിമാറ്റി വിടുകയും വേസ്റ്റായിട്ടുള്ള ടോക്കുകൾ ഉണ്ടാവാതിരിക്കാൻ കർത്താവ് നിന്നെ ബന്ധിക്കട്ടെ.
നിൻ്റെ മനസ്സിനെ ഭരിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ഭാരപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തികളെ കണ്ടുമുട്ടാതിരിക്കാനും ആ സിറ്റുവേഷൻ ഒഴിവാകാനും കർത്താവ് നിന്നെ സഹായിക്കട്ടെ. അഥവാ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നീ വിശ്വപ്രമാണം ചൊല്ലിക്കൊണ്ട്, സ്വർഗസ്ഥനായ ചൊല്ലിക്കൊണ്ട് മനസ്സിൽ ഈ ദുരിത സാഹചര്യങ്ങളിൽ നിന്ന് നീ വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. ജോലി യാത്ര, പരീക്ഷയ്ക്കുള്ള യാത്ര, പരീക്ഷാ സമയം കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇൻ്റർവ്യൂവിൻ്റെ സമയം കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിൻ്റെ നല്ല റിസൾട്ടുകൾ നിനക്ക് വരാൻ നീ റിസൾട്ട് കാത്തിരിക്കുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവേ, ഈ മഴയുടെ കാലവും വെള്ളത്തിൻ്റെ ശല്യവും രോഗത്തിൻ്റെ പെരുപ്പവും മനസ്സിൻ്റെ ഇടർച്ചയും ഉറക്കമില്ലാത്ത അവസ്ഥയും കുടുംബത്തിൻ്റെ ദുരിതങ്ങളും കർത്താവ് ആരെല്ലാം എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിക്കുന്നുവോ കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ പുതപ്പ് എൻ്റെ ഉള്ളിലാകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലി തേടി പോകുന്നവർ, കുടുംബത്തിൽ ജീവിക്കാൻ മാർഗമില്ലാത്ത സാമ്പത്തിക വിഷമം അനുഭവിക്കുന്നവർ, സാമ്പത്തിക ക്ലേശവും കടവും അനുഭവിക്കുന്നവർ, മനസ്സിൽ വല്ലപാടും ചത്താൽ മതിയെന്ന് പോലും പൈശാചികമായിട്ട് ചിന്തിച്ച് പോകുന്നവർ, എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ വേദനിക്കുന്നവർ, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കൃപാസനം അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെടാൻ മറിയാം പരിശുദ്ധ അമ്മ നിന്നെ സഹായിക്കട്ടെ. ഇന്ന് പ്രസവം നിശ്ചയിച്ചിരിക്കുന്നവർ, ഇന്ന് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, ഇന്ന് ആശുപത്രി പോകുന്നവർ, ഇന്ന് ടെസ്റ്റിന് പോകുന്നവർ, ടെസ്റ്റിൻ്റെ റിസൾട്ടിന് പോകുന്നവർ, ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസിന് പോകുന്നവർ, അതിൻ്റെ ടെസ്റ്റിന് പോകുന്നവർ, കർത്താവെ എല്ലാവരെയും നിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, ഇന്ന് തുടക്കം കുറിക്കുന്ന ഓരോരോ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ വീടായിരിക്കാം, ചിലപ്പോൾ വീട് വെക്കുന്നതാകാം, ചിലപ്പോൾ കട്ട്ല വെക്കുന്നതാകാം, ചിലപ്പോൾ അടിത്തറ ശില പാകുന്നതാകാം. കർത്താവെ, എന്തു തന്നെയായാലും ഇന്ന് കയറിപ്പുറതിയുള്ളവരാകാം. അങ്ങനെയുള്ള എല്ലാ മേഖലകളും, വിവാഹം അന്വേഷിക്കുന്ന ഉൾപ്പെടെ, അടിയന്തരങ്ങൾ നടക്കുന്ന ഉൾപ്പെടെ, നിൻ്റെ വീട്ടിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങൾ, നീയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിൻ്റെ ജീവിതവും ജീവിത ചുറ്റുപാടുകളും സഹപ്രവർത്തകരും സഹസഞ്ചാരികളും കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരനെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്നറിയത്തില്ല, ഇപ്പം എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യമാണ്. അതായത് ഈ ഇന്ത്യൻ ആത്മീയ മീമാംസകളിലെ ചില ന്യായങ്ങളുണ്ട്. ന്യായം എന്ന് വെച്ചാൽ മെത്തേഡ്, രീതികൾ. ഇപ്പോൾ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി മനുഷ്യൻ ഉപയോഗിച്ച് വരുന്ന രീതികൾ. ഇപ്പോൾ ഇപ്പോൾ അതിനൊരു രീതിയാണ് മർക്കടൻ ന്യായം. നിങ്ങൾ കേട്ട് കാണാം. മർക്കടൻ ന്യായം എന്ന് വെച്ചാൽ പിന്നെ ഒരു മാർജാര ന്യായം എന്ന് വെച്ചാൽ, മർക്കടം എന്ന് പറഞ്ഞാൽ കുരങ്ങ് കുഞ്ഞിനെ ഉയർന്ന കമ്പുകളിലേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? എടുത്ത് മുതുകത്ത് വെക്കും, അല്ലേ? എടുത്ത് മുതുകത്ത് വെച്ചിട്ട് കുരങ്ങ് ഇങ്ങനെ കുതികാലിൽ ചാടി മുകളിലത്തെ കൊമ്പിൽ പോയിരിക്കും. അപ്പോൾ കുഞ്ഞ് മുതുകത്ത് അള്ളിപ്പിടിച്ചിരുന്നാലേ ഈ തള്ളക്കുരങ്ങൻ്റെ ഒപ്പം അവിടെ എത്തത്തുള്ളൂ. അപ്പോൾ അള്ളിപ്പിടിച്ചിരുന്നില്ലെങ്കിൽ കുഞ്ഞ് തെറിച്ചു പോകും. അപ്പോൾ കുഞ്ഞിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് അവിടെ ഉണ്ട്. ഇനി പൂച്ച എങ്ങനെ ചെയ്യണം? മാർജാര ന്യായം എന്താണ്? മാർജാര ന്യായത്തിൽ ഇപ്പോൾ പൂച്ച അതിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് മച്ചും പുറത്തേക്ക് പോണത് മുതുകത്തിരുത്തിയല്ല, മറിച്ച് എങ്ങനെയാണ്? കടിച്ചുകൊണ്ടാണ് പോണത്. അപ്പോൾ അവിടെ കൊച്ചിനൊന്നും ചെയ്യാനില്ല, അമ്മയാണ് എല്ലാം ചെയ്യണത്, അല്ലേ? തള്ളപ്പൂച്ചയാണ് കടിക്കണേ. ഇതിനെ മാർജാര ന്യായം എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തിൻ്റെ ആത്മീയത വളരുന്നതിന് 2 ന്യായങ്ങൾ ഉപയോഗിക്കാം. കുരങ്ങിനെ പോലെ നമ്മൾ ദൈവത്തെ പിടിവിടാതെ വിശുദ്ധിയോടെ പരസ്പര പ്രവർത്തനങ്ങളോടെ ദൈവത്തിൽ അള്ളിപ്പിടിച്ചിരിക്കും, ദൈവം നമ്മളെ ഉയർത്തിക്കൊണ്ടുവരും. മറ്റത് നമ്മളൊന്നും ചെയ്യത്തില്ല, അവിടെ നമുക്ക് റോളില്ല, ഒരു ഭാഗം കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കഴിവിന് വലിയ അർത്ഥമില്ല. ദൈവം തന്നെ നമ്മളെ സഹായിക്കണം. ദൈവം തന്നെ, തള്ളപ്പൂച്ച തന്നെ കുഞ്ഞിനെ കടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ അതുപോലെ അവിടെ ദൈവത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് ഈ നമ്മളിതിൽ ഇപ്പോൾ ചില വചനങ്ങളൊക്കെ ദൈവത്തിൻ്റെ മാത്രം ഈ മാർജാര ന്യായത്തിൽ ചെയ്തിരിക്കുന്ന കുറേ വചനങ്ങളുണ്ട്. ബൈബിളിലുണ്ടത്. ജെറമിയ 29:14 നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. അവിടെയാണ് മാർജാര ന്യായമാണത്. അതായത് ദൈവത്തിനാണ്
ദൈവമാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് പറയണത് അല്ലേ. അപ്പം നമ്മൾ ദൈവത്തെ ആഗ്രഹിച്ചാൽ ചില നമുക്ക് കണ്ടെത്താൻ ഒരു ടൈം കഴിഞ്ഞാലേ അത് ആത്മീയത വളർച്ചയുടെ ഒരു ഉയർന്ന ഘട്ടങ്ങളിൽ വരണമെന്നാണ് തോന്നുന്നത്. അതായത് ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തും. ഇപ്പോൾ എബ്രഹാത്തിനൊക്കെ അങ്ങനെയല്ല ചെയ്തത്. എബ്രഹാത്തിന് ദൈവത്തെക്കുറിച്ച് വലിയ കൺസെപ്റ്റില്ലായിരുന്നില്ല. അപ്പം ആത്മീയതയുടെ ആദ്യഘട്ടത്തിലും അവസാന ഘട്ടത്തിലും മാർജാറിയായമാണ് അപ്ലിക്കേഷൻ വരണത്. ആദ്യഘട്ടത്തിൽ എബ്രഹാത്തിന് അറിയത്തില്ല, ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോഴാണ് എബ്രഹാത്തിന് ദൈവത്തെ മനസ്സിലായത്. അപ്പം അങ്ങനെ ഒരു കണ്ടീഷനുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടാകണം. എബ്രഹാത്തിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവിടെ ഈ മ്ലേച്ഛമായ ജീവിത രീതിയൊക്കെ ഏത് കാരണം. എബ്രഹാത്തിന് ഇതല്ല ജീവിതം എന്നുള്ള ഒരു ഇതിനേക്കാൾ സത്യസന്ധമായ ഒരു ജീവിതത്തിൻ്റെ തീരത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് ദൈവം പറയണത്, നിൻ്റെ മനസ്സിൽ ആഗ്രഹം പോലെ ഞാൻ നിന്നെ കൊണ്ടുപോകാം, ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ദേശം നിനക്ക് തരാം, അവിടെ നീ പെരുകും, എൻ്റെ വചനമനുസരിച്ച് നിനക്ക് അവിടെ ജീവിക്കാം, അതാണ് നിൻ്റെ വാഗ്ദാന നാട് എന്നൊക്കെ പറയണത്. അത് ദൈവം ഇനിഷ്യേറ്റീവ് എടുക്കണതാണ്. അതുപോലെ ഈ പാപത്തിൻ്റെ കാര്യവും ഇങ്ങനെയാണേ. നമ്മളീ പാപത്തിന് അയ്യോ ദൈവമേ ഞാൻ പാപിയാണല്ലോ എന്നെ സഹായിക്കണേ, ഞാൻ ഇടയ്ക്കൊക്കെ പാപത്തിൽ വീഴുന്നുണ്ടല്ലോ, എന്നെ ആര് രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ്റെ അന്തരംഗത്തിൽ പ്രാർത്ഥനയില്ലേ, ആര് രക്ഷിക്കുമെന്ന്. റോമ 7:24 ഞാൻ ദുർഭകനായ മനുഷ്യൻ, അതെ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും. അതാണ് അത്. ഉള്ളിൽ നമുക്ക് പാപകരമായ അവസ്ഥയിൽ നിന്ന് ആരും മോചിപ്പിക്കും എന്ന് നമുക്ക് ഒരു അന്തരാത്മാവിൽ ഒരു ആഗ്രഹം ഉണ്ടായാൽ ദൈവം നമ്മളെ സഹായിക്കും. ദൈവം നമ്മളെ സഹായിക്കാൻ ഇപ്പോൾ ഉദാഹരണത്തിന് സങ്കീർത്തനം 103:12 എടുത്തേ. കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഉള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി. അതാണ് വിഷയം. പാപങ്ങൾ ഇപ്പം ഞാൻ പാപത്തിലാണല്ലോ, പാപജീവിതത്തിൽ അകപ്പെടി, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം പാപികളാണല്ലോ. ഇപ്പം നീ ചെന്ന് കല്യാണം കഴിച്ച് ചെന്നൊക്കെ വീട് ഞായറാഴ്ച കുർബാന പോലും ഇല്ലാത്ത വീടായിരിക്കും. അവർക്ക് കുടുംബപ്രാർത്ഥനയൊക്കെ ഒരു അത് ഷെയിമാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളെക്കൊണ്ട് പോലും അവർ ചെയ്യിക്കരുത്, ആക്ഷേപിക്കും. പള്ളിപ്പോയി ഞങ്ങൾ ഭാവികളെന്നൊക്കെ പറഞ്ഞ് ഡയലോഗൊക്കെ ഫിറ്റ് ചെയ്യും. ഇവനൊക്കെ പുഴുത്ത് പട്ടി ചാകനൊക്കെ കഷ്ടമായിട്ട് ഞാൻ ചാകത്തുള്ളൂ, അപ്പോൾ നിങ്ങളോട് അച്ഛൻ ശപിക്കുക. അങ്ങനെയല്ല, എനിക്ക് 40 വർഷത്തെ ഇടവക ജീവിതവും ഉണ്ട്. ഞാൻ ഇങ്ങനെയുള്ള ഒത്തിരി വെറൈറ്റീസ് കണ്ടിട്ടുണ്ട്. അവർ ഇതുപോലെ നല്ല തണ്ടും തണിയും പാർട്ടിയും പൊന്നും പണമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ദൈവത്തെ തള്ളിപ്പറയും. അതിൽ അവൻ്റെയൊക്കെ കുറ്റബോധം മറച്ചു വെക്കാൻ വേണ്ടി മറ്റുള്ളവരെ ആക്ഷേപിക്കും. പക്ഷേ ഇവരൊക്കെ അവസാനം ചെന്ന് ചാടണ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഞാൻ തന്നെ പെട്ടിലെടുത്തുകൊണ്ട് പോന്നിട്ടുണ്ട്. കാര്യം നമ്മളൊക്കെ ഓരോരോ പള്ളി ചെല്ലുമ്പോഴും ഓരോ ഇടവക ചെല്ലുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന ഓരോ ആൾക്കാരുടെ പലതരം ആൾക്കാർ, എല്ലാവരും നല്ലവരൊന്നും അല്ലല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാരുണ്ട്, ദൈവത്തിന് എതിരെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എന്നാലും നമ്മളവിടെ ചെല്ലുമ്പോൾ ദൈവം ഈ നരകത്തിൽ എങ്ങനെ ജീവിക്കുന്നതൊക്കെ നമ്മൾ ഓർക്കുമ്പോഴും ഈ ഒരു പ്രൊവിഷൻ കൊടുക്കണം. എന്താണ്? ഈ പാപകരമായ കിഴക്ക് പടിഞ്ഞാറിൽ നിന്ന് എന്തുമാത്രം അകന്നിരിക്കുന്നു, അതുപോലെ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഉള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി. ദൈവം അകറ്റി നിർത്തിയെന്ന്. ഇപ്പം നമ്മൾ അകറ്റി നിർത്താൻ ചില സമയത്ത് നമുക്ക് പറ്റാത്ത രീതിയിൽ നമുക്ക് ബലഹീനമായി പോയാലും നിനക്ക് ദൈവത്തിന് ഒരു ആശ്രയം ഉണ്ടെങ്കിൽ ദൈവം നിന്നെ, ഇപ്പം ഞാൻ തന്നെ ഓർക്കും ഈ പള്ളി കുർബാനയ്ക്ക് എൻ്റെ വലിയ പിഴ, ശരിക്കും പറഞ്ഞാൽ വലിയ പിഴയെന്ന് അങ്ങനെ എല്ലാവരും അടിക്കാൻ അവർക്ക് വലിയ പാപം ചെയ്തവരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അത് പ്രാർത്ഥനയുടെ രീതിയിൽ ചെയ്യണതാണ്. പക്ഷേ എന്തോ വലിയ പിഴ ചെയ്യാതിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുന്നുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നീ കൃപയിലാണ്, കർത്താവിൻ്റെ സന്ധിപ്പിലാണെന്ന് ഓർക്കണം. വലിയ പിഴയൊന്നും ഇല്ലല്ലോ നിനക്ക്. അതുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റി ദൈവത്തോട് പറയണ, കർത്താവ് ഞാൻ എൻ്റെ എല്ലാവരും അഴിമതിയും അനീതിയും എൻ്റെ പങ്ക് പറ്റി ഞാനവിടെ എതിരെ കാശ് മേടിക്കാതിരുന്നാൽ തീർച്ചയായിട്ടും ഞാനവിടെ നോട്ടപ്പുള്ളിയാകും. എനിക്ക് ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷിക്കണമെന്ന് ദൈവത്തോട് പറയണം. കാര്യം ഓരോരോ സ്ഥലത്തൊക്കെ ഓഫീസിലൊക്കെ വരുന്നവരെ അവർ വൈകുന്നേരം വരുമ്പോൾ അവിടെ വലിപ്പിൽ 10, 500, 5000 രൂപയൊക്കെ കിടക്കും. അത് പങ്കിട്ടെടുക്കണം. അഴിമതി നടത്തിയതിനും അതിൻ്റെ പേര് പങ്കിട്ടെടുക്കണം. എല്ലാ ഓഫീസൊന്നും ഇല്ല, ഞാൻ പണ്ടത്തെ കാര്യമാണ് പറയണത്.
പക്ഷെ എന്നാലും നമ്മൾ സത്യസന്ധമായി ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇതിൻ്റെ ആവശ്യമുണ്ടാ? ആളുടെ പരപീഡയല്ലേ ഇത് എന്ന് വെച്ചാൽ ദൈവത്തോട് നമ്മൾ കണ്ണീരോട് പ്രാർത്ഥിച്ചാൽ ആ സിറ്റുവേഷൻ നമ്മൾ ദൈവം മാറ്റും. പക്ഷെ നമ്മൾ ആത്മാർത്ഥത്തോടെ ആഗ്രഹിക്കണം. കാര്യം ദൈവം മാറ്റും എന്നുള്ളതാണ് ഈ സങ്കീർത്തനം 3:12 ഞാനും അനേക മക്കളുടെ ജീവിതത്തിൽ കണ്ടിരിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 11:18 ഈ വാക്കുകൾ കേട്ടപ്പോൾ അവർ നിശബ്ദരായി. ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതീയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഉദ്ദേശിക്കത്തേ ഉള്ളു ഈ അനുതാപം. പാപം പോലും നമ്മളിത് മാറ്റണേ ദൈവത്തിന് റോളുണ്ട്. അതൊരു മാർജാരന്യായമാണ്. അതുപോലെ അനുതാപം നൽകുന്നതിന് ദൈവത്തിന് റോളുണ്ട്. അപ്പോൾ ദൈവത്തിൽ നിന്ന് മാറാതെ സത്യം ആഗ്രഹിച്ചാൽ എപ്പോഴായാലും നമ്മളെ ദൈവം സഹായിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.